സിബിൽ സ്കോർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിഷേധിച്ച് വ്യവസായി ജെന്നി വർഗീസ് 750 കോടി രൂപ ബാങ്കിനെ തട്ടിച്ചിട്ടുണ്ടെന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണെന്നും ലോണിന്റെ പലിശയും EMI-കളും കൃത്യമായി അടച്ചിട്ടുണ്ടെന്നും എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ ജെന്നി വർഗീസ് പറഞ്ഞു. അതുമല്ല, അവരുടെ ബാങ്കിൽ എനിക്ക് 30 കോടി ലോണുണ്ട്. ഈ മാഡം വന്നതിന് ശേഷമാണ് എനിക്ക് 5 കോടി എൻഹാൻസ് ചെയ്ത് തന്നത്. അങ്ങനെ നല്ല രീതിയിൽ 2025 മാർച്ച് വരെ ഞാൻ കൃത്യമായി ബാങ്കിൻ്റെ EMI ഇൻട്രസ്റ്റും എല്ലാം കൃത്യമായി പേ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. 2025 മാർച്ച് വരെ. അതിനുശേഷം 2018 കോവിഡ് മുതലും പിന്നെ ഡിമോണിറ്റൈസേഷൻ വന്ന സമയം മുതൽ സ്പൈസസിൻ്റെ ബിസിനസ് വളരെ മോശമായിരുന്നു. അന്നേരം മുതൽ നമ്മൾ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്ത് ലോൺ എടുത്ത് ഇൻട്രസ്റ്റ് അടച്ച് എന്നിട്ടും 2025 മാർച്ച് വരെ ഞാനെല്ലാം ക്ലിയർ ആയിക്കൊണ്ടുപോയി. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ തേർഡ് പാർട്ടി. വിവിധ ബാങ്കുകളിലായി 350 കോടി രൂപ വായ്പ ഇനത്തിൽ ബാധ്യതയുണ്ടെന്നും ഏകദേശം 400 കോടി രൂപയുടെ വസ്തുക്കളാണ് വിവിധ ലോണുകൾക്കായി ഈട് നൽകിയിട്ടുള്ളതെന്നും ജെന്നി വർഗീസ് പറഞ്ഞു. അതേസമയം കൊച്ചി കേന്ദ്രീകരിച്ച് വൻ വായ്പാ തട്ടിപ്പിന് നേതൃത്വം നൽകിയവരിൽ ജെന്നി വർഗീസ് പ്രധാന പ്രതിയെന്ന ആരോപണം ശക്തമാണ്. നഗരത്തിലെ പ്രമുഖ ബാങ്കുകളുമായി ഉണ്ടായിരുന്ന ബന്ധം വെച്ച് ജെന്നി പലരിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്നാണ് ആരോപണം.